ഇതാണ് ഭൂമി. 33 കോടി ദൈവങ്ങളും ബാക്കി കുറച്ച് മനുഷ്യന്മാരും മറ്റു ജീവജാലങ്ങളും ജീവിച്ചു പോരുന്ന ഇടം. ഈ ഉരുണ്ടതാണോ പരന്നതാണോ എന്ന കാര്യത്തിൽ ഭൂമിയിലെ ചില മനുഷ്യർക്കിടയിൽ ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ടെങ്കിലും ഭൂമി ഉരുണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മുടെ കഥ നടക്കുന്നത് ഈ ഭൂമിയിലല്ല, മറ്റൊരു യൂണിവേഴ്സിലാണ്. ഈ യൂണിവേഴ്സിലെ ഭൂമി പരന്നിട്ടാണ്. ഭൂമി മാത്രമല്ല, മറ്റെല്ലാ പ്ലാനറ്റുകളും. ഈ പരന്ന ഭൂമിയുടെ ഒരറ്റത്തായി ഒരു കൊച്ചു സിറ്റിയുണ്ട്, മഗ്ധാവോ. പേരുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും വ്യത്യസ്തരാണ്. ഈ സിറ്റി ഭരിക്കുന്നത് 2 ഗാങ്സ്റ്റേഴ്സാണ്, മാവോയും ബ്ലാക്ക് സാമും. കാന്തത്തിൻ്റെ ഒരേ വശങ്ങൾ പോലെ ഒരിക്കലും ബന്ധിപ്പിക്കാനാവാത്ത ഇവർക്കിടയിലെ ഒരേയൊരു ഫാക്ടർ ഇവരുടെ പപ്പയാണ്. ബ്ലാക്ക് സാമിനെ നിന്നെ ഒന്ന് കാണണം. അപ്പം എങ്ങനെയാ, പോവല്ലേ? ഇവിടെ പുതിയതാണല്ലേ? എന്നാ കേട്ടോ, ഇത് മഗ്ധാവോ. ഇവിടെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒരു 10 തവണയെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കിങ്ങനെ ആലോചിച്ചൊന്നും ശീലമില്ല. ഇത് മാവോയുടെ സാമ്രാജ്യമാണ്. യെസ്, ദിസ് ഈസ് മൈ ഫക്കിംഗ് കിങ്ഡം. Call me a god. You call me a god. You call me a god. You call me a god. 98,76,54,321 മഗ്ധാവോ ഡോളർ. Give it all that I got. You can watch me work in my element. Anyone in the way is irrelevant. You wanna cross me, cool, not intelligent.
cause I don't forget shit like an elephant. Go ahead and tempt me, put it on the line. ബാഗ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. I'm deadly, never caught off guard, no, I'm always ready. I got a hand real steady, look me in the eye and you see me about to get real messy. Do you really want to fuck with me? Call me a gun. Call me a gun. Call me a gun. You 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 call me a gun. I don't know how to stop, I just go till I drop. Whether it's working or shots, give it all that I got. You can watch me work in my element. Anyone in the way is irrelevant. Wanna cross me, cool, not intelligent, cause I don't forget shit like an elephant. ഹലോ പപ്പ. Where have you been for so long? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. നാളെ വൈകിട്ട് 5 മണി. Papa? ഓക്കെ പപ്പ. Papa? Papa? ഹലോ പപ്പ. ഹലോ. Damn it. Papa? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. സാം, മാവോ, ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ്. എ സ്റ്റോറി about the Lord and the devil. എന്താണ് പപ്പ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഒരു കഥ പറയാനാണോ നിങ്ങൾ വന്നത്? വാട്ട് വാസ് ദ സ്റ്റോറി പപ്പ? നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഐ ടോൾഡ് ദിസ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, നീയൊന്നും അത് ഓർക്കുന്നില്ലെന്ന്. അതുകൊണ്ട് വൺ ലാസ്റ്റ് ടൈം വീണ്ടും ഐ ഹാവ് ടു. പരിപ്പുവട പോലെ പരന്നു കിടക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ്, ആഗ്രഹങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി പോരാട്ടങ്ങൾ, അതു തീർത്ത ചോരച്ചാലുകൾ ചോപ്പിച്ച ഈ മണ്ണ്, മഗ്ദാവോ സിറ്റിയുടെ ചുവന്ന മണ്ണ്, പണ്ട് തപ്പിറപ്പോവാൻ ഗോത്രവർഗം താമസിച്ചിരുന്ന മഗ്ദാവോ, അവരുടെ വിശ്വാസപ്രകാരം ചെകുത്താന്മാരും ദൈവങ്ങളും അവർക്കിടയിൽ ഒരാളായി ജീവിച്ചിരുന്നു എന്നാണ്. ആകാശത്തു നിന്നും ഭൂമിയിൽ പറന്നിറങ്ങുന്ന അവർ മനുഷ്യരോടൊപ്പം ജീവിക്കുമത്രേ. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാവണം അവർ പരസ്പരം ബഹുമാനിച്ചും സഹകരിച്ചും ജീവിച്ചു പോന്നത്. ഗ്രാമത്തലവന് വിശ്രമജീവിതം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ മുഴുവൻ ആളുകളെയും മുന്നിൽ വെച്ച് ഗ്രാമത്തലവൻ അയാളുടെ മകനെ അടുത്ത അവകാശിയാക്കുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ ആർക്കു വേണമെങ്കിലും അതിനെ വിമർശിക്കാം. പക്ഷെ വിമർശിക്കുന്ന ആളുകൾ തലവന്റെ മകനുമായി യുദ്ധം ചെയ്യണം. ജയിച്ചാൽ ഗ്രാമം ഭരിക്കാം, തോറ്റാൽ ഗ്രാമത്തിന്റെ വിശ്വാസമനുസരിച്ച് അവരുടെ ദേവന് ബലി നൽകപ്പെടും. ആ കാലഘട്ടത്തിൽ ഗ്രാമം ഭരിച്ചിരുന്ന തലവന് തന്റെ മകനെ വാഴിക്കണം എന്ന ആഗ്രഹത്തെ തുടർന്ന് അദ്ദേഹം ഗ്രാമസഭയിൽ അഭിപ്രായം മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്നാൽ ഗ്രാമവാസികൾ ഏറ്റവും അധികം ആശങ്കപ്പെട്ടിരുന്നത് അങ്ങനൊരു ദിവസത്തെ ആയിരുന്നു. കാരണം ഈ തലവന്റെ മകൻ ചെറുപ്പത്തിൽ കാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് കാണാതാവുകയും തുടർന്ന് ഇവൻ തിരിച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം
അവന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. അന്നു മുതൽ തന്നെ അവർ അവനെ ഒരു അകലത്തിലാണ് കണ്ടിരുന്നത്. ഗ്രാമവാസികളിൽ ചിലർ നേരിട്ട് തന്നെ ഈ തീരുമാനത്തിനെ എതിർത്തു. പോര് തുടങ്ങാൻ ഗ്രാമത്തലവൻ ഉത്തരവിട്ടു. എല്ലാവരും ആകാംക്ഷയുടെ ഗ്രാമത്തലവന്റെ മകനെ നോക്കി നിൽക്കവേ ഇവിടെ നിന്ന് ഒരു കുന്തം പാഞ്ഞു വന്ന് അവന്റെ മാറിടം തുളച്ച് നിലത്ത് കുത്തി. അടുത്ത നിമിഷം അവനൊരു ഭീകര രൂപിയായി മാറി. ആളുകൾ അലറി വിളിച്ചു, പിശാചി പിശാചി. എല്ലാവരും ഗ്രാമം വിട്ട് കാട്ടിലേക്ക് കയറി. 2 നാളുകൾ അവർ കാട്ടിൽ കഴിഞ്ഞു. ഗ്രാമത്തിൽ നിന്നും നിർത്താതെ കേട്ടിരുന്ന ആ ജീവിയുടെ അലർച്ച 2 ദിവസം കൊണ്ടില്ലാതായി. അതിനുശേഷം അവർ പതിയെ ഗ്രാമത്തിലെത്തി. ആ ജീവിയുടെ ശരീരമെടുത്ത് മൂപ്പന്റെ മകൻ താമസിച്ച കുടിലിൽ കൊണ്ടിട്ട് കത്തിച്ചു. എന്നിട്ട് അവർ കൂട്ടത്തോടെ ഗ്രാമം വിട്ടുപോയി. ആ കത്തിയമർന്ന കുടിലിനുള്ളിൽ അപ്പോഴും കത്താതെ ബാക്കിയായ ഒരു പെട്ടിയുണ്ടായിരുന്നു. പിന്നീടെപ്പോഴോ അവിടെ എത്തിയവർക്ക് ആ പെട്ടി കിട്ടി. അതിലൊരു മുഖം മൂടിയുണ്ടായിരുന്നു. ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു മുഖം മൂടി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അത് ബെനഡിക്ട് റോബർട്ട് എന്ന നിങ്ങളുടെ പപ്പായുടെ കയ്യിൽ കൂടിയും കടന്നുപോയിട്ടുണ്ട്. സാം, മാവോ, നിങ്ങൾക്കിതൊരു നാടോടിക്കഥയായി തോന്നുന്നുണ്ടെങ്കിൽ നീയൊന്നും എൻ്റെ വിത്തല്ലെന്ന് എനിക്ക് കരുതേണ്ടി വരും. ഞാൻ സമ്പാദിച്ചതെല്ലാം നിനക്കൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേണ്ടി എൻ്റെ തന്തയും ഒന്നും തന്നിട്ടില്ല. എൻ്റെ സ്വീറ്റ് ഡാർലിങ്സിന് ഇപ്പോൾ എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഈ സ്റ്റോറിയാണ്. ഇറ്റ് ക്യാൻ മേക്ക് യു റിച്ച്. ഇറ്റ് ഗിവ്സ് യു ദ പവർ ടു റൂൾ ആൻഡ് മോർ.